രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ കേരളത്തിന് നിരാശ. ആദ്യ ഇന്നിംഗ്സിൽ ലീഡ് നേടാനായില്ല. 380 റൺസ് പിന്തുടർന്ന കേരളം 342 റൺസിന് എല്ലാവരും പുറത്തായി. സെഞ്ചുറിക്ക് 2 റൺസ് അകലെ നായകൻ സച്ചിൻ ബേബി പുറത്തായി. ആദിത്യ സർവാത്ത് 79 റൺസ് നേടി. 18 റൺസ് എടുക്കുന്നതിനിടെയാണ് അവസാന 4 വിക്കറ്റുകൾ വീണത്. ഒന്നാം ഇന്നിംഗ്സിൽ ലീഡ് പ്രതീക്ഷിച്ചാണ് കേരളം മൂന്നാം ദിനത്തിന്റെ ആദ്യ സെഷൻ ആരംഭിച്ചത്. സച്ചിൻ ബേബിയും ആദിത്യ സർവാത്തെയും തുടക്കത്തിൽ തന്നെ മികച്ച രീതിയിൽ ബാറ്റ് വീശി. പക്ഷേ ആദ്യ സെഷനിൽ 2 വിക്കറ്റുകൾ കേരളത്തിന് നഷ്ടമായി. ആദിത്യ സർവാത്തെയും സൽമാൻ നിസാറിൻ്റെയും വിക്കറ്റുകൾ ആദ്യ സെഷനിൽ കേരളത്തിന് നഷ്ടമായി. ഹർഷ് ദുബെയുടെ മികച്ച ബൗളിംഗ് ആണ് തുടക്കം തൊട്ട് വിദർഭയ്ക്ക് ഒരല്പം മേൽക്കൈ നൽകിയത്. രണ്ടാം സെഷനിലും മൂന്നാം സെഷനിലും എത്തുമ്പോൾ കൂടുതൽ സ്പിൻ ബൗളേഴ്സിനെ തുണയ്ക്കുന്നതാണ് കണ്ടത്. ക്യാപ്റ്റൻ സച്ചിൻ ബേബി 98 റൺസ് എടുത്താണ് പുറത്തായത്. 2 റൺസ് അകലെ, സെഞ്ചുറിക്ക് 2 റൺസ് അകലെ തൻ്റെ പോരാട്ടം സച്ചിൻ അവസാനിപ്പിച്ചു. ഒരു പക്ഷേ അനാവശ്യമായ ഒരു ഷോട്ടിന്, ഒരു പക്ഷേ ആ സമയത്ത് വേണ്ടിയില്ലായിരുന്ന ഒരു ഷോട്ടിന് മുതിർന്നാണ് സച്ചിൻ പുറത്തായത്. അതിനുശേഷം 18 റൺസ് കൂട്ടിച്ചേർക്കുന്നതിനിടെ കേരളത്തിൻ്റെ ബാക്കിയുള്ള വിക്കറ്റുകൾ കൂടി വീണു. 37 റൺസ് അകലെ, ആദ്യ ഇന്നിംഗ്സിൽ 37 റൺസ് അകലെയാണ് കേരളം ഓൾ ഔട്ട് ആയത്. നാളെ നിർണായക ദിനമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. വിദർഭയുടെ രണ്ടാം ഇന്നിംഗ്സ് നാളെ രാവിലെ തുടങ്ങും. സ്പിൻ ബൗളിങ്ങിനെ കാര്യമായി തുണയ്ക്കുന്ന വിക്കറ്റിൽ ജലക് സക്സേന, ഒപ്പം തന്നെ അക്ഷയ് ചന്ദ്രൻ, ഒപ്പം തന്നെ ആദിത്യ സർവാത്ത, ഈ മൂന്ന് പേരുടെയും ബൗളിംഗ് മികവ് ആവും ഒരുപക്ഷെ കേരളം കാത്തിരിക്കുന്നത്. അതിവേഗം വിദർഭയെ വീഴ്ത്തണം. അതിനുശേഷം പരമാവധി വേഗത്തിൽ റൺസ് എടുത്ത് വിജയം കാണണം. വിജയമല്ലാതെ മറ്റൊരു പോംവഴിയില്ല കേരളത്തിന് മുന്നിൽ ഇത്തവണ രഞ്ജി ട്രോഫി ഉയർത്താൻ. ബിപിൻ ജെയിംസിനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ 1.